വെളുത്ത മുടിയെ കറുപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കെമിക്കൽ വാങ്ങിച്ചുപയോഗിച്ച് ഒരു ഡൈയും ചെയ്യാൻ പറ്റാത്തവരാണോ നിങ്ങൾ? എങ്കിൽ ഈ ഒരു ഹെയർ ഡേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഞാൻ ഇങ്ങനെയുള്ള ഹെയർ ഡേകൾ കാണിച്ചു തരുന്നത് മൂലം നമ്മുടെ മുടിക്ക് യാതൊരു പ്രശ്നവുമില്ല. മുടി നന്നായിട്ട് വളരുകയും അതുപോലെ നല്ല കറുപ്പ് നിറത്തോടുകൂടി വളരുകയും ചെയ്യും. ഈ ഒരു ഹെയർ ഡേ യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. തെളിവ് സഹിതമാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലുള്ള ഹെയർ ഡേകൾ ഞാൻ ഇട്ടിട്ട് 5 ലക്ഷം 6 ലക്ഷം പേരൊക്കെ കണ്ട വീഡിയോസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ ഉണ്ടാകത്തില്ല. ഈ കമന്റ് ഇട്ടവരൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയപ്പം കമന്റിലൂടെ അറിയിച്ചെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്തു പോകാം. നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ആർക്കും ഒരു ദോഷവും സംഭവിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തോട്ട് പോകുകയും ചെയ്തു പോകുന്ന ഡൈകളും അതുപോലെ പെർമനന്റ് ആയിട്ടുള്ള ഹെയർ ഡേകളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതുപോലെ തന്നെ ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ തലയിൽ മിക്കവാറും ആൾക്കാർക്ക് ഒരു മുടിയെ ഒന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ട്, നരമുടി ഒന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ വാങ്ങിച്ച് തേച്ചിട്ട് പിറ്റേ മാസം ആ ഭാഗത്തുള്ള മുടിയെല്ലാം നരച്ചു വരും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നരയ്ക്കുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മുടി നര കൂടത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ലൈക്ക് തരിക, സപ്പോർട്ടിനായിട്ടൊരു ഹൈപ്പും തരിക. അതുപോലെ തന്നെ വീഡിയോ ആകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഈ വീഡിയോ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെങ്കിൽ മുകളിൽ റൈറ്റ് സൈഡിൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓഡിയോ ട്രാക്കിൽ പോയി മലയാളമാക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഇതുപോലുള്ള ഒരു ചീനച്ചട്ടിയോ ഒരു പാത്രമോ പഴയ പാത്രമോ എന്തെങ്കിലും ഒരു ചട്ടി എടുത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു 5 ബദാമോ 6 ബദാമോ ഞാൻ ചേർത്ത് കൊടുത്തു. ഒരു 6 ബദാമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ബദാം ചേർക്കുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. നമ്മുടെ മുടിക്ക് നല്ലതായിട്ട് ഈ ഒരു ഹെയർ ഡേ ലാസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു, നല്ലപോലെ പിടിച്ചിരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ബദാമിൻ്റെ ഓയിലും ബദാമും ഒക്കെ നമ്മുടെ ഹെയറിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബദാം ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 5-6 ബദാമോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കറുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു ഓയിൽ ഇങ്ങനെ വരും. നമ്മളിങ്ങനെ നന്നായിട്ട് കറുപ്പിച്ചെടുക്കുമ്പോഴത്തേനും അപ്പോൾ നല്ല വണ്ണം ഞാൻ കറുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഹെയർ ഡേകൾ കുറേ പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ചില ആൾക്കാരുടെ ഹെയറുകളൊക്കെ വ്യത്യസ്തമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് റിസൾട്ട് കിട്ടാത്തത്. എല്ലാവരുടെയും ഹെയർ ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. ചിലവർക്ക് റിസൾട്ട് കിട്ടും, ചിലവർക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ പല ഹെയർ ഡേകളും ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് റിസൾട്ട് കിട്ടുന്നത് അത് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് പോകുക. നിങ്ങളുടെ ഹെയർ എങ്ങനത്തെയാണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം നിങ്ങളിത് മുമ്പോട്ടത് ചെയ്തു പോവുക കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ബദാം കറുത്ത് വന്നപ്പോഴത്തേക്കും ഒരു 3 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകും നമ്മുടെ ബദാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി കടുക് നന്നായിട്ട് പൊട്ടി നല്ലവണ്ണം പൊട്ടി എല്ലാം തുടങ്ങി കഴിഞ്ഞിട്ട് കടുക് നല്ലൊരു രീതിയിലൊന്ന് ബ്ലാക്ക് കളറായി വരും. അപ്പം അതിനകത്തേക്ക് ഞാനൊരു വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിന് പകരം നിങ്ങൾക്ക് വേറെ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് ചേർത്ത് കൊടുത്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ ചില ആൾക്കാർ പല സംശയങ്ങളും ചോദിച്ചേക്കാൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും നോക്കണ്ട, ഇത് നമ്മുടെ ചാർക്കോളാണ്. അപ്പം അതിന് പകരം നിങ്ങൾക്ക് ചിരട്ട കരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കാം. അപ്പം ഇതിടുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലതായിട്ടൊരു ഹെയർ ഡേ ഉപയോഗിക്കാനായിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പം ഞാനൊരു ചെറിയൊരു പീസ് നമ്മുടെ ഒരു വിറകിൻ്റെ, അതായത് ചാർക്കോൾ എന്ന് പറഞ്ഞാൽ വിറക് കത്തിച്ചിട്ടുള്ള ഇതാണ്, കരിക്കട്ടയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഞാനിത് ഇട്ട് കൊടുത്ത് ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അല്ലെങ്കിൽ ഇതിന് പകരം തീർച്ചയായിട്ടും ഒരു ചിരട്ട കത്തിച്ച ചിരട്ടക്കരി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തപ്പോൾ ഫൈൻ പൗഡർ ആയി കിട്ടിയില്ല എനിക്ക്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നരിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ശരിക്കും നൈസായിട്ടൊരു പൗഡർ കിട്ടണം, അല്ലെങ്കിൽ തരിപ്പായിട്ട് നമ്മുടെ മുടിയിൽ ഇത് പിടിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നൈസായിട്ടുള്ള പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ മറക്കല്ലേ. അപ്പം ഞാനിത് 2 രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. 2 രീതി ചെയ്താലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുക്കുമ്പം ഇതുപോലെ ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിലായിരിക്കണം പൊടിച്ചെടുക്കേണ്ടത്. വെള്ളമയം ഒന്നും കാണില്ല. വെള്ളമയം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ടയായിട്ടിരിക്കും. പിന്നെ നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് എപ്പോഴും പൊടിക്കാൻ പറ്റത്തില്ല. ആർക്കും സമയമില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് പൊടിച്ച് വെക്കുകയാണെങ്കിൽ
തീർച്ചയായിട്ടും കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് എന്താണ്, നെറ്റിയുടെ ഭാഗത്തുള്ള കുഞ്ഞു കുഞ്ഞു നരകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ പൗഡർ തേച്ചുകൊണ്ട് പോകാം. നല്ല രീതിയിൽ പിടിച്ചിരുന്നോളും, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ചില ആൾക്കാർ നമ്മൾ ഹെയറിലൊക്കെ നല്ല സിറമൊക്കെ അപ്ലൈ ചെയ്യുന്നവരുണ്ടല്ലോ അല്ലേ, ഈ നല്ല ഷൈനിങ് ആയിട്ടിരിക്കാനൊക്കെ സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് നെറ്റിയുടെ ഭാഗത്തും ഹൃദാവിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ വെളുത്ത മുടി കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിറം വളരെ കുറച്ച് ക്വാണ്ടിറ്റി 1 ടീസ്പൂൺ അളവിൽ ഈ പൗഡർ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് സിറം മിക്സ് ചെയ്യുക. അതായത് ലൂസായിട്ട് മിക്സ് ചെയ്ത് തിക്കായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും കുറച്ച് കൈ കൊണ്ടെടുത്തിട്ട് നെറ്റിയുടെ ഭാഗത്തെ ചെറിയ ചെറിയ നരകളൊക്കെ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും ആ നര കണ്ടു കഴിഞ്ഞാൽ, കണ്ണാടി നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും നര കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമ്മളിത് ചെറുതായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലവണ്ണം തന്നെ, ചിലർക്ക് കൃതാവിൻ്റെ അവിടെ ആയിരിക്കും, അപ്പം നല്ലവണ്ണം തന്നെ തേച്ച് പിടിപ്പിക്കുക, കോമ്പ് ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല, മുടി നന്നായിട്ട് കറുത്തിരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ടിരിക്കുകയും ചെയ്യും നമ്മൾ ഈ സിറമൊക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തോട്ട് പോകാം കേട്ടോ, ഈ ചെറിയ ചെറിയ കുട്ടി നരയുള്ളവർ. പിന്നെ നമുക്ക് നല്ലവണ്ണം നരയുള്ളവർക്കും വേണേൽ അങ്ങനെ ചെയ്യാം, ആ ഒരു മെത്തേഡിൽ ചെയ്തു പോകാം. എങ്കിലും ഈ ഒരു 2 മെത്തേഡിലൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വളരെ കുറച്ച് മാത്രം, ഇത്രയൊന്നും ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം നമ്മൾ എടുത്താൽ മതി. കുറച്ച് മുടി കൂടുതലുള്ളവർ മാത്രം ഇത്രയൊക്കെ എടുത്താൽ മതി, ഒരു ടേബിൾ സ്പൂണൊക്കെ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹെയറിൽ എത്രത്തോളം നരയുണ്ടോ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ഈ ഒരു പൗഡർ എടുക്കുക. ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലിസറിന് നമുക്ക് എന്താണ്, മുടിയിൽ നന്നായിട്ട് ഇത് പിടിച്ചിരിക്കും, പെട്ടെന്ന് പോകത്തില്ല ഗ്ലിസറിൻ ചേർത്ത് കഴിഞ്ഞാൽ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ ഞാൻ പൊട്ടിച്ചൊഴിച്ച് ഇടുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഇതായിപ്പോയി. അപ്പം വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണവും അതുപോലെ തന്നെ ഗ്ലിസറിനും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല വെള്ളത്തിൽ, അപ്പോൾ വെളിച്ചെണ്ണ ഒന്നുമല്ല നമ്മളിതിൽ മിക്സ് ചെയ്യുന്നത്. അപ്പം ഗ്ലിസറിനും ഒരു ടാബ്ലറ്റ്, അതായത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളും അതുപോലെ തന്നെ ആവശ്യമുള്ള ഗ്ലിസറും മിക്സ് ചെയ്ത് ഇതേ കൺസിസ്റ്റൻസിയിൽ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ഒരു കുഞ്ഞു ഇതിനകത്ത് മിക്സ് ചെയ്ത് വെക്കാം, വെച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പം എന്താണ് ഇത് കണ്ടോ, ചെറിയൊരു തരിതരിപ്പുണ്ട്, ഞാൻ അരിച്ചെടുക്കാൻ മറന്നുപോയി. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നല്ല ഫൈൻ പൗഡർ, നല്ല പൊടിയായിട്ടുള്ള പൗഡറായിട്ട് അരിച്ചെടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് എന്നാലും പിടിക്കും, പക്ഷെ നമുക്ക് നല്ലതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചു. ഇനി വേറെ രീതിയിൽ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ബൗളിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇരുന്നോളും. ആഴ്ചയിൽ ഒരു തവണ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി അടുത്ത ബൗളെടുത്തു, അതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂണ് ഈ പൗഡർ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പൗഡറായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം, ഇല്ലെങ്കിൽ മിക്സ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാം. മിക്സ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല, കാരണം നന്നായിട്ട് ഇരുന്നുള്ളൂ. അപ്പം മിക്സ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ സൈഡിലത്തെ ഡോറിൽ എടുത്ത് വെക്കുക. ഉപയോഗിക്കേണ്ടതിന് മുമ്പ്, കുറച്ച് മുമ്പ് തന്നെ, തണുപ്പ് മാറ്റിയതിന് മുമ്പ് അതിൽ നിന്നും കുറച്ചെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ എത്ര നാൾ വേണം നമുക്ക് അതവിടെ ഇരുന്നോളും. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, ഏതെണ്ണ വെള്ളം ചേർത്ത് കൊടുക്കാം, ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ഞാൻ പറഞ്ഞ ഒരു ഹെയർ സിറങ്ങൾ ഒക്കെ ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ. മിക്കവാറും ചില ആൾക്കാർക്ക് ഈ നല്ലെണ്ണ, വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഹെയർ സിറങ്ങൾ മിക്സ് ചെയ്യാം. അപ്പം ഈ ഹെയർ സിറം മിക്സ് ചെയ്താലും, സിറം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓയിൽ രൂപത്തിലുള്ള ഹെയർ സിറങ്ങൾ കിട്ടില്ല, ഹെയർ ഷൈനിങ് സിറം എന്നൊക്കെ പറഞ്ഞ ഓയിൽ രൂപത്തിലുള്ള അതാണ് മിക്സ് ചെയ്യേണ്ടത്, സ്പ്രേ പോലത്തെ ഹെയർ സിറം അല്ല. അപ്പോൾ അങ്ങനെയുള്ളത് മിക്സ് ചെയ്താണെങ്കിലും നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് പുറത്തോട്ട് പോകും. എന്തായാലും എല്ലാവർക്കും പട്ടുപോലെ നരച്ച മുടി ആയിരിക്കത്തില്ലല്ലോ, ഇടകലർന്ന മുടികളായിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ മാത്രം ടച്ചപ്പ് ചെയ്തുകൊണ്ട് ധൈര്യമായിട്ട് പുറത്തോട്ട് പോകും. ഇങ്ങനെയാണ് കുറേ പേര് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് തന്നതും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വെളുത്ത മുടിയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് പുറത്തോട്ട് പോയതിന് ശേഷം കോമ്പ് ചെയ്ത് വെച്ചുകൊണ്ട് പോകുക. ഏത് നേരം തൊട്ട് നോക്കണ്ട, കയ്യിലാവുന്നുണ്ടോ എന്ന്. ചില ആൾക്കാർ എപ്പോഴും തൊട്ട് നോക്കിക്കൊണ്ടിരിക്കും, അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഹെയർ ഡൈ പൗഡറൊക്കെയാണ് നമ്മൾ തൊട്ട് നോക്കുകയാണ്, അല്ലല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ വെറുതെ വിട്ടേക്കുക. ജസ്റ്റ് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നല്ലതായിട്ട് അബ്സോർവ് ആകും. ഗ്ലിസറിനൊക്കെ പെട്ടെന്ന് നമ്മുടെ മുടിയിൽ അബ്സോർവ് ആകും. ഡ്രൈ ഹെയറിൽ ചെയ്യുക, എണ്ണമയമുള്ള ഹെയറിൽ ചെയ്യുകയും ചെയ്യരുത്, വ്യക്തമായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. എന്നിട്ട് നമുക്കിത് സൂക്ഷിച്ചു വെക്കാം, ആവശ്യാനുസരണം ഉപയോഗിക്കാം, പുറത്തോട്ട് പോകാം. അതിനുശേഷം നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് കഴുകിക്കളയാം. കാരണം ഡെയിലി നമുക്കിത് ഒരു പെർമനൻറ്റ് ഹെയർ ഡൈ അല്ല, ഒരു ടെമ്പററി ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ആണിത്. അതുകൊണ്ട് തന്നെ പോകുമ്പോൾ യൂസ് ചെയ്യുക, വരുന്നു കഴിഞ്ഞ് കഴുകിക്കളയുക. ഇത് തലയിൽ ഇരുന്നുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ഒരു ദിവസം തലയിൽ ഫുള്ള് വെച്ചുകൊണ്ട് വെറുതെ വാഷ് ചെയ്താൽ ഇത് അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല. ഷാംപൂ വാഷ് ചെയ്യുമ്പോഴാണ് ഇത് പോകുന്നത്. അപ്പം എൻ്റെ ഒരു ഹെയറിൽ
നരയില്ല എങ്കിലും ഞാൻ എൻ്റെ ഹെയറിൽ വെറുതെ ഒന്ന് പുരട്ടിയത് നമ്മുടെ കയ്യിൽ പറ്റുമോ തുണിയിൽ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി. ഞാനിത് വെച്ചിട്ടൊരു അരമണിക്കൂർ ആയില്ല, ഒരു 20 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് അബ്സോർവ് ആയി കഴിഞ്ഞ് ഞാൻ കയ്യിലൊക്കെ തൂത്ത് നോക്കി, വരുമോ എന്ന് വന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ആ ഹെയർ ഡേ പ്രിപ്പയർ ചെയ്യുന്നതിലാണ് ഇത്. അപ്പം നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പുറത്തോട്ട് പോകാം.